സോ കോഡിംഗ് സ്റ്റാൻഡേർഡ്സിൽ നെക്സ്റ്റ് ആണ് എന്ത് നമ്മൾ കൺവെൻഷൻസ് റിഗാർഡിംഗ് എറർ റിട്ടേൺ വാല്യൂസ് ഇൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ്. അതായത് ഇപ്പോൾ എറർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ദ വേ എറർ കണ്ടീഷൻസ് ആർ റിപ്പോർട്ടഡ് ബൈ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ എ പ്രോഗ്രാം ഷുഡ് ബി സ്റ്റാൻഡേർഡ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ജാവയിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മൾ പറയും, അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജാവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെസ്സേജസിൻ്റെ ഫോമാറ്റിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. സോ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള എറർ കണ്ടീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതെങ്ങനെയാണ് കൺവേ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എന്തൊക്കെ മെക്കാനിസംസിലൂടെയാണ് നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വേ. Then naming conventions for global variables, local variables and constant identifiers. Naming convention, പേര് കൊടുക്കുന്നതിന് എന്തിനൊക്കെ നമ്മൾ പേര് കൊടുക്കാറുള്ളത്? എ പോപ്പുലർ നെയിമിംഗ് കൺവെൻഷൻ ഈസ് ദാറ്റ് വേരിയബിൾസ് ആർ നെയിംഡ് യൂസിങ് മിക്സ്ഡ് കേസ് ലെറ്ററിങ്. അതായത് ഗ്ലോബൽ വേരിയബിൾസ് നെയിംസ് വുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ഗ്ലോബൽ നമുക്ക് അറിയാം, ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാറുണ്ട്, ലോക്കൽ വേരിയബിൾസ് ഉണ്ടാവാറുണ്ട്. സോ ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക. ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ലോക്കൽ വേരിയബിൾസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ലെറ്റേഴ്സ്. അപ്പോൾ എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് റൂളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കോഡിങ് ചെയ്യുന്ന ആളുകളും എന്ത് ചെയ്യുന്നു, ഇതേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് പോവുക. സോ ഗ്ലോബൽ വേരിയബിൾസ്. അപ്പോൾ നെയിമിംഗ് കൺവെൻഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സ്റ്റാൻഡേർഡൈസ്ഡ് വേ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഗ്ലോബൽ വേരിയബിൾസൊക്കെ ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു, ലോക്കൽ വേരിയബിൾസൊക്കെ എന്ത് ചെയ്യുന്നു, സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് കോൺസ്റ്റൻറ്റ് നെയിം ഷുഡ് ബി ഫോംഡ് യൂസിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓൺലി. ഇനി കോൺസ്റ്റൻസ് ആണെങ്കിൽ എന്താണ്, അത് ക്യാപിറ്റൽ ലെറ്റർ മാത്രം യൂസ് ചെയ്യുന്നു. സോ ഏതൊരാൾക്കും എന്താണ്, ഒരു കോഡിങ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ്, ഇത് ലോക്കൽ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരേ റൂളാണ് എല്ലാത്തിലും ഫോളോ ചെയ്യുന്നത്. അതാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്, കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. സോ ഹെഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു, നെയിമിംഗ് കൺവെൻഷൻസ് പറഞ്ഞു, ദെൻ കൺവെൻഷൻസ് റിഗാർഡിംഗ് റിട്ടേൺ വാല്യൂസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, നമ്മൾ കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡു നോട്ട് യൂസ് എ കോഡിംഗ് സ്റ്റൈൽ ദാറ്റ് ഈസ് ടു ക്ലെവർ ഓർ ടു ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപാട് ഷോർട്ടായിട്ടുള്ളതും അങ്ങനെയല്ല, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. അതായത് മെനി ഇൻഎക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആക്ച്വലി ടേക്ക് പ്രൈഡ് ഇൻ റൈറ്റിംഗ് ക്രിപ്റ്റിക് ആൻഡ് ഇൻകോംപ്രിഹെൻസിബിൾ കോഡ്. അതായത് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ്, അതായത് അല്ലെങ്കിൽ നമുക്ക് പറയാം, അപ്പോൾ എല്ലാവർക്കും അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റീയൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് അത് ഏതൊരാൾക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കോഡിംഗ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ ക്ലെവർ കോഡിംഗ് ക്യാൻ ഒബ്സ്ക്യൂർ മീനിങ് ഓഫ് ദ കോഡ് ആൻഡ് റെഡ്യൂസ് കോഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി, ദെർബൈ മേക്കിംഗ് മെയിൻ്റനൻസ് ആൻഡ് ഡീബഗിങ് ഡിഫിക്കൽട്ട് ആൻഡ് എക്സ്പെൻസീവ്. അതായത് ക്ലെവർ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പല ഷോർട്ട് കട്ട് മെത്തേഡിൽ യൂസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തായിരിക്കും, പിന്നീട് അതിൽ ചിലപ്പോൾ നമുക്കൊരു മെയിൻ്റനൻസ് സമയത്ത് ഈ കോഡ് ചെയ്ത ആൾക്കാർ തന്നെ ആവണം എന്നില്ല അതെന്ത് ചെയ്യുന്നത്, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ മെയിൻ്റനൻസിൻ്റെ സമയത്ത് വരുന്നത്. സോ പുതിയൊരാൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ക്ലെവർ കോഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ബഗ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനും എന്തായിരിക്കും, ബുദ്ധിമുട്ടായിട്ട് മാറും. സോ അതാണ് ആദ്യം പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡു നോട്ട് യൂസ് എൻ ഐഡൻറ്റിഫയർ ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ്. നമുക്കറിയാം ഐഡൻറ്റിഫയർ എന്ന് പറയുന്ന പ്രോഗ്രാമർ കൊടുക്കുന്നതാണ് പേരുകൾ. അപ്പോൾ ഒരു ഐഡൻറ്റിഫയറിൻ്റെ എന്ത് ചെയ്യാണ്, മൾട്ടിപ്പിൾ പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അത് ചെയ്യാതിരിക്കുക. പ്രോഗ്രാമേഴ്സ് ഓഫൺ യൂസ് ദ സെയിം ഐഡൻറ്റിഫയർ ടു ഡിനോട്ട് സെവറൽ ടെമ്പററി എൻറ്റിറ്റീസ്. അതായത് ഒരേ പേര് എന്ത് ചെയ്യാണ്, പല സ്ഥലങ്ങളിൽ പല എൻറ്റിറ്റീസ് നമ്മൾ കൊടുക്കുക. അതാവുമ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് കൺഫ്യൂസ് ചെയ്യിക്കാൻ ചാൻസസ് കൂടുതലാണ്. സോ അത് ഒഴിവാക്കുക. കോഡ് ഷുഡ് ബി വെൽ ഡോക്യുമെൻറ്റഡ്. ഇനി കോഡ് എന്ത് ചെയ്യണം, വെൽ ഡോക്യുമെൻറ്റ് ചെയ്യണം. അതായത് ആസ് എ റൂൾ ഓഫ് തം ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1 കമൻറ്റ് ലൈൻ ഓൺ ദ ആവറേജ് ഫോർ എവറി 3 സോഴ്സ് ലൈൻ ഓഫ് കോഡ്. അതായത് നമ്മൾ കോഡിങ് ചെയ്യുമ്പോൾ നമ്മൾ കോഡിൻ്റെ മുകളിലായിട്ട് കമൻറ്റ് ലൈൻ ഇടും, എന്തിനാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതാണ് കോഡിങ് ഡോക്യുമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്.
നമ്മൾ തൊട്ട് താഴെ പറയുന്ന കോഡുകൾ എന്തിന് യൂസ് ചെയ്യുന്നത് കമൻറ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണ്, അപ്പോൾ എവറി ത്രീ സോഴ്സ് ലൈൻ ഓഫ് കോഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ആവറേജസ് കമൻറ്റ് ലൈൻ വരണം എന്നാണ് പറയണത്. അങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, ആ കോഡ് പിന്നീട് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ കോഡ് ഇന്നതിനാണ്, ഈ കോഡ് ഇന്നതിനാണ് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ കമൻറ്റ് ലൈൻസ് യൂസ് ചെയ്യുക. ലെങ്ത് ഓഫ് എനി ഫംഗ്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് 10 സോഴ്സ് ലൈൻസ്. ഇനിയിപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട് കോഡിൻ്റെ ഉള്ളിൽ. നമ്മൾ എന്ത് ചെയ്യും, പ്രൊസീജിയറിലാണെങ്കിൽ നമ്മളിങ്ങനെ ഫംഗ്ഷനായിട്ട് കൊടുക്കും. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒരുപാട് ലെങ്തി ആയിട്ട് പോകരുത്. അതായത് മിനിമം എന്താണ് അല്ലെങ്കിൽ മാക്സിമം എന്താണ്, ഡു നോട്ട് എക്സീഡ് 10 സോഴ്സ് ലൈൻസ്. അതായത് ഒരു 10 ലൈൻസിൽ കൂടുതലൊന്നും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കോഡ് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അതെന്താണ്, ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒഴിവാക്കുക. ഡു നോട്ട് യൂസ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി അടുത്ത കോഡിങ് സ്റ്റൈലിൽ വരുന്നതാണെന്ത്, അതിൻ്റെ ഗൈഡ് ലൈൻസ് ആണെന്ത്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിവാക്കുക. അതായത് പ്രോഗ്രാമിനെ അൺസ്ട്രക്ചേർഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഗോ ടു പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഗോ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്, എവിടെയെങ്കിലും ഒരു ലേബൽ കൊടുത്തിട്ടുണ്ടാകും. ഗോ ടു ലേബലാണ്. ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. അവിടേക്ക് പ്രോഗ്രാം ജമ്പ് ചെയ്യിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ എന്താണ്, പ്രോഗ്രാമിൻ്റെ ഒരു ഫ്ലോ ഭയങ്കരമായിട്ട് അവിടെ മിസ്സാവും. സോ ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് പ്രോഗ്രാമിനെ ഒരു അൺസ്ട്രക്ചേർഡ് വേയിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും, ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ലീഡ് ചെയ്യും. സോ അങ്ങനത്തെ രീതിയിലുള്ളത് എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ കോഡിങ് എങ്ങനെ ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മൾ മെയിൻ്റനൻസും ഡീബഗിങ്ങും ഈസി ആയിട്ട് മാറുക. സോ ഈ ഗൈഡ് ലൈൻസൊക്കെ നമ്മൾ കോഡിങ്ങിൽ കൊടുക്കുമ്പോൾ എന്താണ്, അത് നമ്മളുടെ ഡീബഗിങ്ങിനെയും അതുപോലെ തന്നെ മെയിൻ്റനൻസിനെയും എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഈസി ആക്കി മാറ്റും. സോ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു, കോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ടു ഡിഫിക്കൽട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ടു ക്ലവർ കോഡ്സ് യൂസ് ചെയ്യരുത്. അതുപോലെ ഐഡൻറ്റിഫയേഴ്സ് ഒരു ഐഡൻറ്റിഫയറിനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പർപ്പസുകൾക്ക് യൂസ് ചെയ്യാതിരിക്കുക. കോഡ്സിന് എന്ത് ചെയ്യുക, വെൽ ഡോക്യുമെൻറ്റ് ചെയ്യുക. അതായത് കമൻറ്റ് ലൈൻസ് യൂസ് ചെയ്ത് വെൽ ഡോക്യുമെൻറ്റ് ചെയ്യുക. അതുപോലെ കോഡ്സിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ലെങ്തി ആയിട്ട് പോകാതിരിക്കുക. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മെയിനായിട്ട് നമ്മൾ കോഡിങ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കോഡ് റിവ്യൂ ആണ്. കോഡ് റിവ്യൂ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കോഡ് റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന കോഡിനെ എന്ത് ചെയ്യാണ്, നമ്മൾ റിവ്യൂ ചെയ്യുക. അതായത് കോഡിൽ വരുന്ന സിൻടാക്റ്റിക്കൽ എറേഴ്സിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കോഡിലെല്ലാം ഡിസൈനിൽ എല്ലാം ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താനും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണത് കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡോക്യുമെൻറ്റേഷനാണ്.